പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ NXT ചാമ്പ്യനും NXT നോർത്ത് അമേരിക്കനും ചാമ്പ്യനും ഒക്കെ ആയിരുന്ന ട്രിക് വില്യംസ് എന്ന സ്മാക്ഡൗൺ ബ്രാൻഡിൽ ആക്റ്റീവായിട്ടുള്ള യുവതാരത്തിൻ്റെ റസൽമേനിയ 42 പദ്ധതിയെ സംബന്ധിച്ചാണ്. നിലവിൽ നമുക്ക് കിട്ടുന്ന റൂമർ റിപ്പോർട്ട് അനുസരിച്ച് റസൽമേനിയ 42 സാമി സെയിൻ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയായിരിക്കും ട്രിക് വില്യംസ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ട്രിക് വില്യംസ്, സാമി സെയിൻ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ്സ് റിങ്ങിൻ്റെ ഉള്ളിലും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ആയിട്ടും അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു ട്രിക് വില്യംസ് വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള ഒരു മത്സരം ഉടനെ വരും എന്നുള്ളത്. അത് റസൽമേനിയ 42 വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു റൂമർ വന്നിട്ടുള്ളത് ട്രിക് വില്യംസ് ഈ മത്സരത്തിൽ റസൽമേനിയ 42 എന്ന് പറയുന്ന ഗ്രാൻഡസ്റ്റ് സ്റ്റേജിൽ വിജയിച്ചേക്കാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ഒരു പുട്ട് ഓവർ സ്റ്റൈൽ മത്സരമായിരിക്കും ട്രിക് വില്യംസിനെതിരെ സാമി സെയിൻ കളിക്കുക എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രിക് വില്യംസിന് ഇപ്പോൾ വലിയൊരു ഫാൻസ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടർ ആയിരുന്നിട്ടും ഒരു ഫേസ് ക്യാരക്ടറിനേക്കാൾ മുകളിൽ ഒരു വമ്പൻ സപ്പോർട്ട് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു പുഷ് കൊടുത്ത് കൊണ്ടുവന്നാൽ അടുത്ത തലമുറയിലേക്ക് ടോപ്പ് ലെവലിലേക്ക് വെക്കാൻ പറ്റിയൊരു റെസ്ലറാണ് എന്നുള്ളതിൻ്റെ ആദ്യ സ്റ്റെപ്പായിരിക്കും റസൽമേനിയ വിജയം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം കൊടുക്കാൻ WWE ഒരുക്കമായിട്ടുള്ളത് എന്നും ഈ ഒരു റൂമർ റിപ്പോർട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെയും സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെയും റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ്. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റാണ് നമുക്ക് തുടക്കത്തിലെ പങ്കുവെക്കാറുള്ളത്. 2.8 മില്യൺ വ്യൂവർഷിപ്പ് ലോകമെമ്പാടും നെറ്റ്ഫ്ലിക്സിൽ എയർ ചെയ്ത ഒരു സമയത്ത് റോ എപ്പിസോഡിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരാഴ്ചത്തെ ഡാറ്റയാണ്. അപ്പോൾ ഈ ഒരു ഒരാഴ്ചത്തെ ഡാറ്റയിൽ 2.8 മില്യൺ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് അത് വലിയൊരു റേറ്റിംഗ് തന്നെയാണെന്നാണ് ജേർണലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു സമയം റോ എപ്പിസോഡിന് ഇതിനേക്കാൾ കുറവ് റേറ്റിംഗ് ആണെന്നും ഇയർ ബൈ ഇയർ റേറ്റിംഗ്സ് വർധനവുണ്ട് എന്നുള്ളതും അവർ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ വലിയ സ്ഥാനങ്ങൾ ഇപ്പോൾ അമേരിക്കയിലെ മൊത്തം ടോപ്പ് 10 ഷോയിലായാലും ഗ്ലോബലി ടോപ്പ് 10 ഷോയിലായാലും ഒരു കുതിച്ചുകയറ്റം ഈ AJ സ്റ്റൈൽസിൻ്റെ ഫെയർവെൽ സെറിമണി നടന്ന റോ എപ്പിസോഡിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു. കൂടാതെ AJ സ്റ്റൈൽസിൻ്റെ ഫെയർവെൽ സെറിമണി നടന്നതുകൊണ്ട് റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് ഉയർന്നു എന്ന് പറയാൻ സാധിക്കുമെങ്കിലും റസൽമേനിയ സീസൺ ആയതുകൊണ്ടും റേറ്റിംഗ്സ് ഉയർന്നു എന്ന് പറയേണ്ടി വരും. സ്റ്റോറി ലൈൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഇനിയും വ്യൂവർഷിപ്പ് ഉയരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ക്രിയേറ്റീവ് ടീം ഉള്ളത്. രണ്ടാമത്തേത് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ്. 2025 സെപ്റ്റംബർ മാസത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ TV എപ്പിസോഡ് റേറ്റിംഗ് ആണ് ഈ ശനിയാഴ്ച നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിന് ലഭിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം എലിമിനേഷൻ ചേംബറിന് തലേദിവസം നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ്, കൂടാതെ റസൽമേനിയ സീസണിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് തുടങ്ങിയവയൊക്കെയാണ്. നല്ല സ്റ്റോറി ലൈനുകൾ കൃത്യമായിട്ട് സ്മാക്ഡൗണിൽ കാണിക്കാൻ അവർക്ക് സാധിച്ചാൽ ഈ 1.3 മില്യൺ വ്യൂവർഷിപ്പ് 1.5 6 ആകാൻ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതും ജേർണലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഒരു 1.3 മില്യൺ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് വലിയ വർധനവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് റോ എപ്പിസോഡായാലും സ്മാക്ഡൗൺ എപ്പിസോഡായാലും റേറ്റിംഗ്സിൽ വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റായ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ ഡ്രൂ മാക്കൻഡയർ കോഡി റോഡ്സ് എന്ന റെസ്ലറിനെതിരെയാണ്, മുൻ ചാമ്പ്യനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഷോയിലാണ് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ഇവർ തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിനോടുള്ള ഒരു ദേഷ്യം മൂലമാണ് നിക് ഓൾഡിസ് പെട്ടെന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അനൗൺസ് ചെയ്യുന്നത്. നിലവിൽ PW ഇൻസൈഡർ എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് പുറത്തേക്ക് കൂടുന്ന ഒരു റിസൾട്ടിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ കോഡി റോഡ്സ് വീണ്ടും ചാമ്പ്യൻ ആകുന്നത് ഈ ശനിയാഴ്ച നമുക്ക് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എൻഡിങ്ങോ മറ്റ് സൂപ്പർ സ്റ്റാർസിൻ്റെ ഇടപെടലോ ഒരു നോ കോൺടെസ്റ്റോ ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരിക്കില്ല. ഡ്രൂ മാക്കൻഡയറിനെ കോഡി റോഡ്സ് പരാജയപ്പെടുത്തി പുതിയ ചാമ്പ്യൻ ആകും. എന്നിട്ട് റസൽമേനിയ 42 കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും. കുറച്ച് വർഷമായിട്ട് ആരാധകർ കാത്തിരിക്കുന്ന ആ ഒരു
ഡ്രീം മാച്ച് അത് റസൽമേനിയ 42 റിംഗിൽ വെച്ച് നടക്കുമെന്നുള്ളതും PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റസൽമേനിയ 42 ഡ്രൂ മാക്കൻറ്റയറിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതിനെ സംബന്ധിച്ചും ഒരു ക്ലാരിഫിക്കേഷൻ PW ഇൻസൈഡർ പങ്കുവെക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ അവർ പങ്കുവെക്കുന്നത് ഒന്നെങ്കിൽ ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റസ്ലറിനെതിരെ ഡ്രൂ മാക്കൻറ്റയർ മത്സരിച്ചേക്കും. ജേക്കബ് ഫാറ്റുവിനെ ഡ്രൂ മാക്കൻറ്റയർ ആണ് ആക്രമിച്ചത് എന്നുള്ള ആ ഒരു സ്റ്റോറി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് റസൽമേനിയ 42 ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് നിക്ക് ഓൾഡിസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജർ തമ്മിലുള്ള മത്സരമാണ്. നിക്ക് ഓൾഡിസ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ റെസ്ലറാണ്. NWA TNA റെസ്ലിംഗിൻ്റെ ഒക്കെ മുൻ വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിക്ക് ഓൾഡിസ് ഒരു സ്മാക്ഡൗൺ ജനറൽ മാനേജറായി സൈഡായി നിൽക്കുന്നത് ആരും നോക്കണ്ട. അദ്ദേഹം കിടിലൻ റെസ്ലറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ WWE വേണ്ടിയിട്ടുള്ള മത്സരവും റസൽമേനിയ 42 റിംഗിൽ വെച്ച് ഡ്രൂ മാക്കൻറ്റയറിനെതിരെ നടത്താനും ചില രീതിയിലുള്ള ഡിസ്കഷൻസ് നിലവിൽ ക്രിയേറ്റീവ് ടീമിന് ഇടയിൽ ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് ശനിയാഴ്ചത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് ലീക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.